കോഴിക്കോട്ട് ചികിത്സാ പിഴവിനെ തുടർന്ന് 9 വയസ്സുകാരിയുടെ വലതുകൈ മുറിച്ചുമാറ്റിയ സംഭവത്തിൽ തിരിഞ്ഞു നോക്കാതെ ആരോഗ്യവകുപ്പ്. ചികിത്സാ ചെലവ് അടക്കം കണ്ടെത്താൻ കഴിയാതെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കുടുംബം മുന്നോട്ടു പോകുന്നത്. ശസ്ത്രക്രിയ കഴിഞ്ഞാൽ കൈ തിരിച്ചു വരുമോ എന്ന 9 വയസ്സുകാരിയുടെ ചോദ്യത്തിന് മുന്നിൽ വിതുമ്പുകയാണ് അമ്മ പ്രസീത. അനഘ ഹർഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് താലൂക്ക് ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് വലത് കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന 9 വയസ്സുകാരിയുടെ അമ്മ പ്രസീതയാണ് നമുക്കൊപ്പം ഉള്ളത്. ഏറെ സങ്കടത്തോടെ കേരളം കേട്ട ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത കൂടിയായിരുന്നു അത്. നിലവിൽ കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് പോകുന്നത്? ICU തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഭക്ഷണം പറഞ്ഞാൽ ചോറൊന്നും കഴിക്കുന്നില്ല, അങ്ങനെ ഫ്രൂട്ട്സ് അങ്ങനെയുള്ളത് മാത്രമേ കഴിക്കുന്നുള്ളൂ. ഏതെങ്കിലും തരത്തിൽ ഓപ്പറേഷൻ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ കുഞ്ഞ്? ഉണ്ട്, ഓപ്പറേഷൻ ഉണ്ട്. കൈ മൂടി വെക്കാൻ ഇപ്പോൾ നമ്മുടെ തൊടയത്തി എടുത്ത് വെക്കണം എന്നാണ് പറയുന്നവർ, ഡോക്ടർമാർ പറയണത്. പക്ഷേ ആരോഗ്യമന്ത്രി പിന്നീട് അല്ലെങ്കിൽ ഇടപെടുകൾ എന്തെങ്കിലും ചെയ്തിരുന്നോ? സഹായം വാഗ്ദാനം ചെയ്യുക എന്തെങ്കിലും ചെയ്തിരുന്നോ? അന്ന് ഒരിക്കൽ വിളിച്ചിട്ട് ഞങ്ങൾ ചെയ്തു തരാം അങ്ങനെ പറഞ്ഞതല്ലാണ്ട് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല, പിന്നെ വിളിച്ചിട്ടില്ല. പിന്നെ ഒരു രീതിയിലും നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ല? ഇല്ല. നിലവിലെ ആശുപത്രിയിലാണ് ഈ ഭർത്താവും ആശുപത്രിയിലും മോൾക്കൊപ്പമാണുള്ളത്. എങ്ങനെയാണ് ഈ സാമ്പത്തികമായി മുന്നോട്ട് പോകുന്നത്? സാമ്പത്തികമായി പറഞ്ഞാൽ നമ്മളിപ്പോൾ കടം വാങ്ങിയിട്ട് തന്നെ എല്ലാം ചെയ്യണത്. ഇപ്പം ആഹാരം സഹായിക്കാൻ പറഞ്ഞവരൊന്നും ഇപ്പോൾ സഹായിക്കുന്നില്ല. ചിലവുണ്ട്, നല്ലോണം ചിലവുണ്ട്. ഞങ്ങളിപ്പോൾ കൊണ്ടുവന്നതിലൊക്കെ കഴിയുകയും ചെയ്തു പൈസ. 10-20,000 രൂപ തന്നെ ഇവിടെയായി. കാരണം ഇപ്പോൾ വെളിയിൽ പറഞ്ഞാലും വെളിയിൽ നമുക്ക് ഭക്ഷണത്തിനെയൊക്കെ കൂടിയിട്ട് തന്നെ ഇപ്പോൾ പൈസയായി. ഞങ്ങളിപ്പോൾ കടം വാങ്ങിയിട്ട് പിന്നെ ഹസ്ബൻഡിൻ്റെ പണിക്ക് പോകാനും പറ്റില്ല. ഇവിടെ ഇരിക്കുമ്പോൾ എന്തായാലും 2 ആൾ വേണം. ഞാനിപ്പോൾ വെളിയിൽ പോയാലും ആൾ ഉള്ളിൽ വേണം. പോരാത്തിന് ഒരു ടെസ്റ്റല്ല, നിറയെ ടെസ്റ്റുകളുണ്ട്. വെളിയിൽ ഉള്ളിലൊക്കെ ടെസ്റ്റുകളുണ്ട്, മരുന്ന് വാങ്ങണം, എല്ലാ ചിലവും ഉണ്ട്. ഇതിന് ശേഷം ഈ പാലക്കാട് ഈ ആരോപണ വിധേയരായിട്ടുള്ള ഡോക്ടർമാരോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ നിങ്ങളോട്? ഇല്ല, ആരും വിളിച്ചിട്ടില്ല. ഇനി എത്ര ദിവസം കൂടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരേണ്ടി വരും? അവർ പറഞ്ഞു നമുക്ക് മുറിയിൽ നിങ്ങൾക്ക് പോകാൻ പറ്റണം പെക്കോളെ. എന്താന്ന് പറഞ്ഞാൽ നല്ല ഹോസ്പിറ്റലുകളിൽ കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത്. മുറി കെട്ടണം, കെട്ടാനുള്ളതൊക്കെ നമ്മൾ നല്ല ഹോസ്പിറ്റലിൽ പോയി കെട്ടണം. അല്ലാണ്ട് ഇപ്പം പാലക്കാട് ഇങ്ങനെ പോകാൻ പറ്റില്ല, കാരണം അവിടെയല്ലേ ഇത് പ്രശ്നം ഉണ്ടായത്. എന്തായാലും അവിടെ പോകാൻ പറ്റില്ല, നല്ല ഹോസ്പിറ്റലുകളിലേക്ക് പോകാൻ പറയുന്നവർ. ഡെയിലി പോയി മുറി ക്ലീൻ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നു ഇവിടുന്ന്. പക്ഷെ നമ്മുടെ കയ്യിൽ അത്ര സാമ്പത്തികമായിട്ടൊന്നുമില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നോക്കി ചെയ്യും, മെല്ലെ പോകുള്ളൂ, എല്ലാം കഴിഞ്ഞിട്ടേ ഞങ്ങൾ പോകുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ പാലക്കാട് ആശുപത്രിക്കെതിരെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനാണോ തീരുമാനം? അതെ, മുന്നോട്ട് തന്നെ പോകണം. കാരണം അവർ ചെയ്ത് തെറ്റ്. എൻ്റെ മോള് ചോദിക്കണ അമ്മ എനിക്ക് ഡോക്ടർമാരെ പേടിയാണ് പറയണു. എല്ലാവരും തൊടാൻ വരുമ്പോൾ എല്ലാവരും പേടിയാണ് അവൾക്ക്. എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാം ഡോക്ടർമാരെല്ലാം എന്നെ അങ്ങനെ ചെയ്തത് എനിക്കതുകൊണ്ട് എനിക്ക് അവരിനെ ഒന്നും ഇഷ്ടമല്ലമ്മ പറഞ്ഞിട്ട് അവൾ കരയാണ്. അതുതന്നെയാണ് ഈ ആ കുട്ടി ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ കുട്ടിക്ക് ഓപ്പറേഷൻ ഉണ്ട്, അതിന് ഭാരിച്ച ചിലവുകളാകും. നിർധന കുടുംബമാണ്, ദിവസവരുമാനത്തിലാണ് ആ കുടുംബം മുന്നോട്ട് പോയിരുന്നത്. ആ വരുമാനമൊക്കെ നിലച്ചിരിക്കുകയാണ്. ഈ കുഞ്ഞിനൊപ്പം എപ്പോഴും ഒരാൾ ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ വലിയ കടബാധ്യതയിലേക്ക് കൂടിയാണ് ഈ കുടുംബം പോകുന്നത്. പക്ഷേ അപ്പോൾ പോലും ആരോഗ്യമന്ത്രിയോ മറ്റു ആരുടെ ഭാഗത്ത് നിന്ന് പോലും ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുകൂടി കുടുംബം പറയുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ക്യാമറമാൻ ശശികുമാർ പടന്നക്കാടിനൊപ്പം അനഘ ഹർഷൻ, ജനം.